Good morning, students. Welcome to EduLine. So, നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ്. നമുക്കറിയാം ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലെ ഒരു കോർ സബ്ജക്റ്റ് ആണ്. സോ ഒരുപാട് കോമ്പറ്റീറ്റീവ് എക്സാംസിനൊക്കെ ഒരുപാട് പോർഷൻസ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ആക്ച്വലി എന്താണ് ഈ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഫക്റ്റീവ്ലി. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ പല ഡാറ്റ സ്ട്രക്ചേഴ്സിലാണ്. സോ ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിൽ ഡാറ്റാസിനെ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റയെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡാറ്റയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു പർട്ടിക്കുലർ വേ ഓഫ് ഫോർമാറ്റിൽ നമ്മൾ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ. ഓക്കെ, സോ അതിനാണ് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചർ ഇസ് എ പർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് ഡാറ്റ ഇൻ എ കമ്പ്യൂട്ടർ സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് എഫക്റ്റീവ്ലി. ഇനിയും ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പല ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്, പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഈ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ വരുന്നത് എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഇൻഡിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, ബൂളിയൻ. സോ ഫണ്ടമെന്റൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് ഈ ഒരു ഇൻഡ്, ഫ്ലോട്ട്, ക്യാർ. നമ്മൾ ജാവ ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങൾ സി ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ, ഇൻഡ്, ക്യാർ, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. സോ അത് തന്നെയാണ് പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, രണ്ടാമത് വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് നോൺ പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ. നോൺ പ്രിമിറ്റീവിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, അപ്പം ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് വരുന്നത്? അറേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ഇതൊക്കെയാണ് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. കാരണം അവിടെ ഡേറ്റയെ ലീനിയർ ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു അറേ ആണെങ്കിൽ എന്താണ്, അറേ നമ്മൾ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അറേസ് അല്ലെ. അവിടെ നമ്മൾ ലീനിയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നേരെ നേരെയാണ് ഡാറ്റാസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക. സ്റ്റാക്കിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ലീനിയർ ആയിട്ടാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ക്യൂ ആണെങ്കിലും അതുപോലെ തന്നെ ലീനിയർ ആയിട്ട് തന്നെയാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിലും ലീനിയർ ഫോർമാറ്റിലാണ് നമ്മൾ ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ ലീനിയർ ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആണ് അറേ, സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. ദെൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ട്രീ ആൻഡ് ഗ്രാഫ് ആണ്. ഓക്കെ, അപ്പൊ ട്രീ എന്ന് പറയുന്ന ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്, ഗ്രാഫ് ഒരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അതായത് ഇപ്പൊ ട്രീയുടെ കേസ് പറയുവാണെങ്കിൽ ട്രീ എന്ന് പറയുന്നത് എന്താണ്, ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. അതായത് ഒരു ഹൈറാർക്കിക്കൽ മോഡലിലായിരിക്കും അവിടെ ഡാറ്റകളെ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലെ. അപ്പം അവിടെ എന്താണ്, ഒരു പേരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആണ് ഈ ട്രീയിൽ, ഗ്രാഫിലൊക്കെ വരിക. ഓക്കെ, അപ്പം ഇത് ആക്ച്വലി നോൺ ലീനിയർ ആണ്, നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ് ട്രീയും ഗ്രാഫും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. പ്രിമിറ്റീവ് ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, നോൺ പ്രിമിറ്റീവ് ഉണ്ട്. നോൺ പ്രിമിറ്റീവിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ്. സോ ഈ ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അൽഗോരിതം അല്ലെ. ഈ ഒരു ടേം നമുക്ക് ഒരുപാട് പരിചയമുള്ളതാണ്, അൽഗോരിതം എന്ന ടേം അല്ലെ. എന്താണ് അൽഗോരിതം എന്ന് പറയുന്നത്? അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലെ, ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് അൽഗോരിതം എന്ന് പറയുന്നത്. സോ അത് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എഴുതുന്ന ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്, ഇൻസ്ട്രക്ഷൻസിന്റെ കളക്ഷൻ ആണ് ഈ അൽഗോരിതം എന്ന് പറയുന്നത് അല്ലെ. ഇനി ഈ അൽഗോരിതം എന്ന് പറയുന്നത്, ഒരു അൽഗോരിതം എന്ന് പറയുന്നത് കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഏത് അൽഗോരിതം ആണെങ്കിലും കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അതിൽ ഏതൊക്കെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് നമുക്ക് നോക്കാം. ഇൻപുട്ട്, ഒരു അൽഗോരിതത്തിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എക്സ്റ്റേണലി സപ്ലൈ ചെയ്യുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത് അല്ലെ. രണ്ടാമത് വരുന്നതാണ് ഔട്ട്പുട്ട് അല്ലെ. ഒരു അൽഗോരിതം എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഔട്ട്പുട്ട് എങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം, ഒരു ക്വാണ്ടിറ്റി എങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ ഇൻപുട്ട് നമ്മൾ കൊടുക്കണം. ഇൻപുട്ട് എല്ലാ അൽഗോരിതത്തിനും നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പം എക്സ്റ്റേണലി സപ്ലൈ ചെയ്യുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു അൽഗോരിതം എന്ന് പറയുന്നത് തിരിച്ച് ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു ക്വാണ്ടിറ്റി ആണ് അല്ലെ. അത് അറ്റ്ലീസ്റ്റ് വൺ ഔട്ട്പുട്ട് എങ്കിലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ആണ് ഡെഫിനിറ്റ്നെസ് എന്ന് പറയുന്നത്. സോ ഡെഫിനിറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈച്ച് ഇൻസ്ട്രക്ഷൻ മസ്റ്റ് ബി ക്ലിയർ ആൻഡ് അൺഅംബിഗ്യുവസ്.
അതായത് നമ്മൾ അൽഗോരിതത്തിൽ എഴുതുന്ന ഓരോ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നതും ക്ലിയർ ആയിരിക്കണം, അൺഅംബിഗ്യൂസ് ആയിരിക്കണം, അവിടെ അംബിഗ്യൂറ്റി ഒന്നും പാടില്ല. ഓക്കെ, അപ്പൊ ക്ലിയർ ആൻഡ് അൺഅംബിഗ്യൂസ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കണം ഓരോ ഇൻസ്ട്രക്ഷൻസും. ഓക്കെ, അതാണ് ഡെഫിനിറ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിറ്റ്നെസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഒരു അൽഗോരിതം സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് എന്ത്, ഫൈനൈറ്റ്നെസ്. ഫൈനൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർ ഓൾ കേസസ് ദ അൽഗോരിതം വിൽ ടെർമിനേറ്റ് ആഫ്റ്റർ എ നമ്പർ ഓഫ് സ്റ്റെപ്പ്. അല്ലെ, അതായത് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് സ്റ്റെപ്പ് കഴിയുമ്പോൾ അൽഗോരിതം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യണം. അല്ലെ, അതെന്ന് പറയുന്നത് അതാണ് ഫൈനൈറ്റ്നെസ് എന്ന് പറയുന്നത്. ഫൈനൈറ്റ് ആയിരിക്കണം അൽഗോരിതം, ഇൻഫിനിറ്റ് ആകാൻ പാടില്ല. ഓക്കെ, ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അല്ലെ, ഇൻഫിനിറ്റ് ആകാൻ പാടില്ല. പക്ഷെ അൽഗോരിതം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. സോ അതുകൊണ്ടാണ് ഫൈനൈറ്റ്നെസ് എന്ന് പറയുന്നത്. അല്ലെ, അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യണം, അൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതൊരു ക്രൈറ്റീരിയ ആണ്. ദെൻ ലാസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്നെസ് ആയിരിക്കണം. ഓക്കെ, ഒരു അൽഗോരിതം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ആയിരിക്കണം, അതായത് ഫീസിബിൾ ആയിരിക്കണം. ഓക്കെ, അപ്പം ഈ 5 ക്രൈറ്റീരിയാസ് എല്ലാ അൽഗോരിതംസും എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഓക്കെ, അതായത് ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഡെഫിനിറ്റ്നെസ്, ഫൈനൈറ്റ്നെസ്, ദെൻ ലാസ്റ്റ് വൺ ഈസ് എഫക്റ്റീവ്നെസ്. ഓക്കെ, നമ്മൾ ഇനിയും നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് അൽഗോരിതം അനാലിസിസ്. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മൾ അൽഗോരിതംസ് എഴുതുന്നുണ്ട്, പ്രോഗ്രാം എഴുതുന്നുണ്ട്, അൽഗോരിതം എഴുതുന്നുണ്ട്. സോ ഈ അൽഗോരിതം പ്രോഗ്രാമിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അല്ലെ, സോ ഓരോ അൽഗോരിതത്തിനെ നമുക്ക് എങ്ങനെ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു അൽഗോരിതത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ടേംസ് ആണ്, ടൈമും സ്പേസും. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള 2 ടേം എന്ന് പറയുന്നത്, ടൈം ആൻഡ് സ്പേസ്. ഓക്കെ, ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പ്യൂട്ടേഷൻ ടൈം ആണ്. അല്ലെ, അപ്പോൾ ഒരു അൽഗോരിതം എത്ര ടൈം എടുക്കുന്നു കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് അത് എൻഡ് ചെയ്യുന്നിടം വരെ എത്ര ടൈം എടുക്കുന്നുണ്ട്, അതാണ് ടൈം എന്ന് പറയുന്നത്. സോ ഈ ടൈമിനെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയാം. ദെൻ രണ്ടാമത് വരുന്നതാണ് സ്പേസ്. സ്പേസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് സ്പേസ്. ഒരു അൽഗോരിതം നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആ കമ്പ്യൂട്ടറിൽ അൽഗോരിതത്തെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. സോ എത്ര സ്പേസ്, മെമ്മറിയിൽ എത്ര സ്പേസ് ഈ അൽഗോരിതം എന്ന് പറയുന്നത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സ്റ്റോറേജ് സ്പേസ്. അപ്പം ഒരു അൽഗോരിതം നമുക്ക് അനലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു അൽഗോരിതത്തെ നമുക്ക് തിയറട്ടിക്കലായിട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ടേംസ് ആണ് എന്ത്, ടൈമും സ്റ്റോറേജ് സ്പേസും. അല്ലെ, അപ്പം എത്ര ടൈം കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് അൽഗോരിതം ചെലവാക്കുന്നുണ്ട്, പിന്നെ എത്ര സ്പേസ് അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. സോ ഇതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അൽഗോരിതത്തെ അനലൈസ് ചെയ്യാം, അൽഗോരിതത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ അല്ലെങ്കിൽ അൽഗോരിതത്തിന്റെ സ്വഭാവത്തെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അൽഗോരിതം എഫിഷ്യന്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ 2 ടേംസിൽ നിന്ന്, ടൈമും സ്പേസും, ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ തിയറട്ടിക്കലി നമ്മൾ ഒരു അൽഗോരിതത്തെ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ഉണ്ട്, അതിനെ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻസ് എന്നാ പറയുക. സോ അതായത് ഈ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, അപ്പൊ തിയറട്ടിക്കലായിട്ട് നമ്മൾ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി, ടൈം കോംപ്ലക്സിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ ആണ് അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. അസിംപ്റ്റോട്ടിക് സെൻസിൽ നമുക്ക് ഈ ഒരു തിയറട്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അൽഗോരിതത്തെ അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ദെൻ എന്താണ് സ്പേസ് കോംപ്ലക്സിറ്റി? നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സ്പേസ് കോംപ്ലക്സിറ്റി ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എത്ര എമൗണ്ട് ഓഫ് സ്പേസ് മെമ്മറിയിൽ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു അൽഗോരിതം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരു അൽഗോരിതം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നിടം മുതൽ അതിന്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നിടം വരെ എത്ര മെമ്മറി സ്പേസ് അത് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടറിൽ മെമ്മറി ഉണ്ടല്ലോ നമുക്കറിയാം. സോ അതിൽ എത്ര സ്പേസ് അത് എത്ര മെമ്മറി സ്പേസ് അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതാണ് സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു സ്പേസ് കോംപ്ലക്സിറ്റിയെ നമുക്ക് മെയിൻ ആയിട്ട് എന്താണ്, നമ്മൾ ഈ സ്പേസ് എടുക്കുമെന്ന് പറഞ്ഞു അല്ലെ. എന്തായാലും നമ്മൾ അൽഗോരിതത്തെ സ്റ്റോർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ നമ്മൾ കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു സ്പേസ് വേണം, മെമ്മറി സ്പേസ് വേണം. ആ മെമ്മറി സ്പേസിലായിരിക്കും സ്റ്റോർ ചെയ്യുക. സോ ഈ സ്പേസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു, എത്ര ടൈപ്പ് സ്പേസുകൾ ഉണ്ട് അവിടെ. സോ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്പേസ് കോംപ്ലക്സിറ്റിയിൽ മെയിൻ ആയിട്ട് 2 ടൈപ്പ് സ്പേസ് നമുക്ക് പറയാൻ പറ്റും. ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റ് ഉണ്ട്, വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് ഉണ്ട്. സോ ഇതാണ് സ്പേസ് റിക്വയർമെന്റ് വരിക. ഓക്കെ, ഒരു അൽഗോരിതം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന്റെ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് 2 രീതിയിൽ വരാം. ഫിക്സഡ് സ്പേസും വരാം, വേരിയബിൾ സ്പേസും വരാം. ഓക്കെ, അപ്പൊ ഫിക്സഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫിക്സഡ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇൻസ്ട്രക്ഷൻ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്പേസ് നീഡഡ് ടു സ്റ്റോർ ദ കോഡ്. നമ്മുടെ ആ കോഡ്, അൽഗോരിതത്തിന്റെ കോഡ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് സ്പേസ് ആണ്. ഇൻസ്ട്രക്ഷൻ സ്പേസ് എന്ന് പറയുന്നത് അതാണ് ഇൻസ്ട്രക്ഷൻ സ്പേസ് എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രക്ഷൻ സ്പേസ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സഡ് സ്പേസ് ആയിരിക്കും. പിന്നെ സിമ്പിൾ വേരിയബിൾസ്
സിമ്പിൾ വേരിയബിൾസിന്റെ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വേരിയബിൾസിനെ സ്റ്റോർ ചെയ്ത് വെക്കും മെമ്മറിയിൽ അല്ലെ. അപ്പം സിമ്പിൾ വേരിയബിൾസിന്റെ സ്പേസ് എന്ന് പറയുന്നത് അത് ഫിക്സഡ് ആണ്. കോൺസ്റ്റന്റുകളെ നമ്മൾ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കും. സോ കോൺസ്റ്റന്റുകളൊക്കെ എടുക്കുന്ന എന്താണ്? ഫിക്സഡ് സ്പേസ് ആണ്. സോ ഇതൊക്കെ എടുക്കുന്ന സ്പേസ് ആണ് ഫിക്സഡ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സ്പേസ് ഫിക്സഡ് ആയിരിക്കും. ആ സ്പേസ് പ്രോഗ്രാം റൺ ചെയ്യുന്നതിനനുസരിച്ച് ഒരിക്കലും ഇംപ്രൂവ് ചെയ്യത്തില്ല, അല്ലെ കൂടുകയോ കുറയോ ഒന്നും ചെയ്യത്തില്ല. ഫിക്സഡ് ആയിട്ട് തന്നെ നിൽക്കും. സോ അതാണ് ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് എന്ത്? വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ്. സോ വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് സ്പേസ് എന്ന് പറയുന്നത് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അൽഗോരിതം റൺ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എന്ത്? ഈ ഒരു വേരിയബിൾ സ്പേസ് എന്ന് പറയുന്നത്, വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ സ്പേസിന്റെ കേസിൽ എന്താണ്? അതായത് നമ്മൾ ഫംഗ്ഷൻസ് ഒക്കെ റിക്കർഷൻ യൂസ് ചെയ്യും. നമ്മൾ ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും സി പ്രോഗ്രാമിൽ അല്ലെ, ഫംഗ്ഷൻസ്. അപ്പൊ ഈ ഫംഗ്ഷൻസ് റിക്കർഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നുണ്ട്. റിക്കർഷൻ അല്ലെ, ഫംഗ്ഷനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. റിക്കർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഫംഗ്ഷൻ കോളിംഗ് ഇറ്റ് സെൽഫ് അല്ലെ, ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. സോ ഫംഗ്ഷൻസ് റിക്കർഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് സ്പേസ് യൂസ് ചെയ്യും. സോ അത് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്പേസ്, അതായത് വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഈ വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് വരുന്നുണ്ട്, ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റും വരുന്നുണ്ട്. ഓക്കെ, സപ്പോസ് നമ്മളിപ്പം വേരിയബിൾ സ്പേസ് റിക്വയർമെന്റിനെ പി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടെന്ന് വിചാരിക്കുക. ആ പ്രോഗ്രാം ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻസ്റ്റൻസ് ഐയിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് നമ്മൾ പറയുന്നത് SP ഓഫ് I എന്നാണ്. സോ ഇതാണ് SP ഓഫ് I അല്ലെ. ഇപ്പൊ ഈ SP ഓഫ് I എന്ന് പറയുന്നത് എന്താണ്? ഒരു വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് ആണ്. പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ്, അത് I എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റൻസിലാണ് വർക്ക് ചെയ്യുന്നത്, വർക്കിംഗ് ഓൺ ആൻ ഇൻസ്റ്റൻസ് I. ഓക്കെ, സോ അവിടുത്തെ വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? SP ഓഫ് I നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള സ്പേസ് റിക്വയർമെന്റ് അല്ലെ, ഒരു പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ഒരു അൽഗോരിതത്തിന്റെ ടോട്ടൽ സ്പേസ് റിക്വയർമെന്റിനെ നമുക്ക് S ഓഫ് P എന്ന് എഴുതാം. S ഓഫ് P. ഓക്കെ, അപ്പൊ ഈ ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? C പ്ലസ് SP ഓഫ് I വരും. വേർ C എന്ന് പറയുന്നത് എന്താണ്? C എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റിനെയാണ്. സോ നമുക്ക് പറയാൻ പറ്റും ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റ് പ്ലസ് വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് ആണ്. ഓക്കെ, അപ്പം ടോട്ടൽ ആയിട്ട് വരുന്ന സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്ന ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റിന്റെയും വേരിയബിൾ സ്പേസ് റിക്വയർമെന്റിന്റെയും ഒരു ടോട്ടൽ സം ആണ് എന്ത്? ടോട്ടൽ ആയിട്ട് വരുന്ന, ടോട്ടൽ ആയിട്ട് ഒരു പ്രോഗ്രാം യൂസ് ചെയ്യുന്ന സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണഗതിയിൽ സ്പേസ് കോംപ്ലക്സിറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത്, സ്പേസ് കോംപ്ലക്സിറ്റി ഒരു പ്രോഗ്രാമിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിക്സഡ് സ്പേസിനെ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതലും കൺസിഡർ ചെയ്യുന്ന ആരെയാണ്? വേരിയബിൾ സ്പേസിനെ മാത്രമേ നമ്മൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം ഒരു പ്രോഗ്രാമിന്റെ അല്ല ഒരു അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത്, സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത്, എത്ര സ്പേസ് വേണമെന്നുള്ള ആ ഒരു കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഏതാണ്? വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഇതിപ്പം അത് ഏത് പ്രോഗ്രാം ആണെങ്കിലും ഏത് അൽഗോരിതം ആണെങ്കിലും ഫിക്സഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് സ്പേസ് തന്നെയാണ് അല്ലെ. കാരണം കോഡിനെ നമുക്ക് എന്തായാലും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ സ്പേസ് ഒക്കെ നമുക്ക് ഒഴിവാക്കി വിടാം. ഫിക്സഡ് ആയിട്ട് വരുന്ന സ്പേസ് ആണ് അതൊക്കെ നമുക്ക് ഒഴിവാക്കി വിടാം. പക്ഷേ ഫിക്സഡ് കൂടാതെ തന്നെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് വേരിയബിൾ സ്പേസ് വരും അല്ലെ, സ്പേസ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സ്പേസ് ആണ് ശരിക്കും ആക്ച്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ. ഓക്കെ, അതാണ് വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ്. ഓക്കെ, അപ്പോൾ വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് ആണ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതാണ് നമുക്ക് വേണ്ടത്. വേരിയബിൾ സ്പേസ് റിക്വയർമെന്റിനെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ടോട്ടൽ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്താണ്? S ഓഫ് P is equal to C പ്ലസ് SP ഓഫ് I. ഓക്കെ, അപ്പൊ C എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റ് ആണ്. സോ ഫിക്സഡ് സ്പേസ് റിക്വയർമെന്റിന്റെയും വേരിയബിൾ സ്പേസ് റിക്വയർമെന്റിന്റെയും ഒരു ടോട്ടൽ സം ആണ് എന്ത്? ടോട്ടൽ ആയിട്ട് വരുന്ന സ്പേസ് റിക്വയർമെന്റ്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്പേസ് കോംപ്ലക്സിറ്റിയിൽ സാധാരണ രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? വേരിയബിൾ സ്പേസ് റിക്വയർമെന്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.